വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. പൊതുവേ നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം വലിയ ടേസ്റ്റൊന്നും ഇല്ലല്ലോ, മധുരവും ഇല്ല, എന്താ പറയുക, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു വികാരം ഇല്ലാത്തൊരു ഫ്രൂട്ടാണല്ലോ ഇത്. അപ്പോൾ ആ ഒരു ഫ്രൂട്ടിനെയും കൊണ്ട് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് ഇന്നത്തെ റെസിപ്പി. ഈ ഒരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു 3 വെച്ചു എന്നുള്ളൂ. ഒരൊറ്റ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഐസ് ക്യൂബും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിരുന്നല്ലോ, അത് ഇതിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പുതിന ഇലയും കൂടി ചേർത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം, എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ, അതേപോലെ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക്, നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ് കേട്ടോ അത്. ഇനി ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. അതേപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊന്നും തരാതെ പോവല്ലേ കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.